ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ രാവിലെ മുതലേ ഉള്ളതില്ല കേട്ടോ. കുറച്ച് കാര്യം രാവിലെ കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നൊരു ചെറിയ വിശേഷ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ജന്മനക്ഷത്രം എന്നാണ്. അതായത് ഡേറ്റ് അല്ല, ബർത്ത് സ്റ്റാർ വരൂലേ, ജന്മനക്ഷത്രം, അത് വരുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുഞ്ഞിനും കണ്ണേട്ടനോട് അമ്പലത്തിൽ പോയതാണ്. ഇപ്പോൾ വരും. ഇവിടെ വില യൂണിറ്റിൽ തന്നെയുള്ള അമ്പലത്തിൽ പോയതാണ്. ഞാൻ പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല ഇവിടുത്തെ മന്ദിർ. നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യസ്തമായിട്ടാണ്. മോളും കൂടി പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. ഒരു വരുന്നതിന് മുന്നേ കുറച്ച് പണികളൊക്കെ തീർത്ത് വെക്കണം. പിന്നെ കണ്ണേട്ടന് പോകാനുണ്ട്, അതാണ് ഒന്നാമത്തെ പ്രശ്നം. എല്ലാച്ച വലിയ പ്രശ്നമല്ല, അതിനും ഇന്ന് പോകണം. 9 മണിയാകുമ്പം പോകണം കണ്ണേട്ടൻ. അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാണിച്ചു തരാം. വന്നിട്ടുണ്ട്. അയ്യടാ, ഇതാരാ? അവന് ചുണ്ടരി കോരിയൊക്കെ തൊട്ടിട്ടാണ് വന്നത്. അവനെ പൊന്ന് പോറ്റീൻ്റെ അടുത്ത് പോയി വന്നതാടാ. നോക്കിയേ, നോക്ക്. അവള് തിരക്കിലാണ്. ഇതാട്ടോ ഇവിടുത്തെ അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദം. എല്ലായിടത്തും തന്നെയാണ്, എനിക്കറിയില്ല. ഇന്ന് പോയടത്തുനിന്ന് കിട്ടിയ പ്രസാദം ഇതാട്ടോ. പൊന്നെ എന്താ അവളുടെ പൊന്നിന്? അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല. എന്താ വെച്ചാൽ ഓള് കുറച്ച് സമയം ഉറങ്ങുള്ളൂ. അപ്പോൾ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ കുറച്ച് വേഗം പണിയെടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് അതിനും വീഡിയോ എടുക്കാനും ഒക്കെ കൂടി ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കണ്ണേട്ടൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിച്ചാൽ മതി. കണ്ണേട്ടനോട് വന്നിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഫുഡ് കാണിച്ചു തരാം. ഓക്കെ. അവിയലുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്, പിന്നെ പായസം, പപ്പടം, അച്ചാർ. പിന്നെ ഉപ്പേരി എന്നും പറയും, തോരൻ എന്നും പറയൂലേ ചില ആൾക്കാർ, അങ്ങനെയാണ് പറയും. ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയുക. അപ്പോൾ ഇത്രയും സാധനമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചോദിക്കും ചോറില്ലേന്ന്. ചോറുണ്ട് കേട്ടോ. ചോറ് അടുക്കളയിലാണ്, ഞാൻ എടുത്തിട്ടില്ല, അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇവിടേക്ക് എടുത്ത് വെച്ച് കാണിച്ചെന്നാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കുത്തിട്ട് നല്ല വികൃതി കാണിച്ചു തരാം. പിന്നെ ഒന്നും കൂടെ നോക്ക്. അമ്മൻ്റെ വികൃതിപ്പാറ എവിടെ? എവിടെ വികൃതി? അപ്പം കണ്ണേട്ടൻ വന്നിട്ടുണ്ട്. കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ്. മാമു ആണടാ, അത് കഴിച്ചി. മമ്മം കഴിച്ചി. മമ്മമ്മം. കുഞ്ഞാപ്പി മമ്മ കഴിച്ചോളടാ.
അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞാപ്പിക്ക് ഫുഡ് കൊടുത്ത് കണ്ടല്ലോ ഓളെ കളി. അപ്പോൾ ഫുഡ് ഒക്കെ അല്ലാതെ ഞാൻ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ കണ്ണേട്ടനപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടുത്തെ കോംപ്ലക്സിൽ മീൻ വന്നിട്ടുണ്ട് തന്നെ വിളിച്ച്. മീൻ വെച്ചാൽ ഇവിടെ മീൻ കിട്ടും കേട്ടോ. അത് ഒരു രോഹു എന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടുക. ഇപ്പോൾ നമ്മളെ നാട്ടിൽ അയിലല്ലേ, ആ മീൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ കണ്ണേട്ടൻ പോയി. ഇപ്പം മീൻ വാങ്ങി വന്നു. ഞാൻ മീൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദാ ഈ മീനാണ് ഇപ്പോൾ കണ്ണേട്ടൻ വാങ്ങിച്ച് വന്നത്. എന്തെന്ന് അയലാന്നല്ലേ? ഞങ്ങളൊക്കെ അയലാന്നാ പറയുക. അയല ഈ മീൻ തന്നെ. ഇതിന് എത്ര അപ്പം കണ്ടില്ലേ മീൻ കണ്ടില്ല, അതിന് എത്ര കിലോയ്ക്ക് 500 രൂപ. ഇവിടെ നമ്മളെ നാട്ടിൽ എത്ര വരും? എത്രയെങ്കിലും ഏറിപ്പോയാൽ 200-250 അല്ലേ വരുള്ളൂ. ഇവിടെ കിലോയ്ക്ക് 500 രൂപയാണ്. കണ്ണേട്ടൻ കൊണ്ടുവന്ന മീന് എത്ര 150-100 അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, ഒന്ന് മതിയല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് വാങ്ങിച്ചു. പക്ഷെ അത്യാവശ്യം വലിയ മീനാണ്, വലുതാട്ടോ. ഇനി ആ വെച്ച് നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ അതൊന്ന് കഴുകി നന്നാക്കി മുറിച്ച് വെക്കണം കണ്ണേട്ടൻ പോകുന്നതിന് മുന്നേ. അപ്പം അത് കഴിയുക. ഓക്കെ, ഹായ്. അപ്പം ഞാൻ മീൻ മുറിച്ച് ഇവിടെ പോയി വിചാരിക്കില്ലല്ലേ. മീൻ മുറിച്ച് മീനൊക്കെ കഴുകി മുളക്കൂട്ടൊക്കെ തേച്ച് വെച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞാപ്പിയുടെ ഒരു ഉറക്കൊക്കെ പാസ്സാക്കി ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇതാ കുഞ്ഞിപ്പിന്നെ അവിടെ പോയി കളിക്കുക. പിന്നെ നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇനി നമുക്ക് അപ്പം വന്നിട്ട് പാക്ക് പോണ്ടേ? പാക്ക് പോണ്ടേ? പോണ്ടേ? ഒന്ന് ചിരിച്ചേ, ചിരിച്ച്. കച്ചോളി, കച്ചോളി ആണോ? അങ്ങനൊന്നും പോയത് വീണ് പോവും. ചുട്ടാപ്പി നോക്കിയടാ, അങ്ങനെ ചുട്ടാപ്പി ഇത് എങ്ങോട്ടാ ഇതും വെച്ച് പോകുന്നത്? വീണ് പോവും. ഇതാണ് അമ്മയുടെ സുന്ദരി. അമ്മയുടെ സുന്ദരി മോള് എവിടെ? സുന്ദരി എവിടെ? എവിടെ എവിടെ സുന്ദരി? അപ്പം ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ വന്നിട്ട് ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങണം, പാർക്കിൽ പോകണമെന്ന്. അപ്പം അച്ഛനും മോളും മുന്നിൽ ഇറങ്ങി. ഇനിയിപ്പം ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പതിയെ ഇറങ്ങണം. പിന്നെ നോക്കട്ടെ. പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് നേരം അവിടെ കളിച്ചിരുന്നു, എല്ലാവരും പോയി. അപ്പം ആരും ഇല്ല ഇനി.
ഞങ്ങളിതാ അപ്പോൾ പാർക്കിലൊക്കെ പോയി വന്ന് ഫുഡ് കഴിച്ചു, ഇനി കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിനും പറഞ്ഞിരുന്നത്, പക്ഷേങ്കിൽ എനിക്ക് ഫുള്ള് ഇന്നത്തെ ദിവസത്തെ ഫുള്ള് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.